തീരദേശ മേഖല ആശ്രയിക്കുന്ന ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും മലയോര മേഖല ആശ്രയിക്കുന്ന വിതുര താലൂക്ക് ആശുപത്രിയിലും കോടികൾ മുടക്കി നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ വാതിൽ തുറക്കുന്നത് കാത്തിരിക്കുകയാണ് സർ ജനങ്ങൾ. ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ വാതിലുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ. രോഗികൾ പഴയ കെട്ടിടത്തിലെത്തി ബുദ്ധിമുട്ടുമ്പോൾ പുതിയ ഈ ബഹുനില കെട്ടിടം നിശബ്ദമായി കാത്തിരിക്കുകയാണ്. ഈ 6 നില കെട്ടിടം കെട്ടിയിട്ടിരിക്കുന്നു. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ സ്പീഡപ്പ് ആയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട എല്ലാ ഒരുമാതിരിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പരിഹാരം ഉണ്ടാവും. കണ്ണിൻ്റെ ഡോക്ടർ 40 പേരെ നോക്കൂ, ഓർത്തോ 40 പേരെ നോക്കൂ, സർജൻ 20 പേരെ നോക്കൂ. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ വന്ന് പ്രൈവറ്റായിട്ട് അവരുടെ വീട്ടുകളിൽ പ്രാക്ടീസ് അവിടെ വന്ന് നോക്കുമ്പോൾ 100 രോഗികളെ ആയാലും അവർ നോക്കിയിട്ടേ പോകും. അത് പൈസ കിട്ടുന്നുണ്ട്. ഈ പേരിൽ പറയുന്ന കണക്ക് ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രവൃത്തി നടക്കുന്നുള്ളൂ. ആര് ഹോസ്പിറ്റലിലോട്ട് വന്നാലും റെഫർ ചെയ്യുക, മെഡിക്കൽ കോളേജിലോട്ട് വിടുക. ആ ഒരു പ്രവൃത്തി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓരോരുത്തർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് ഒന്നേ ആറ്റിങ്ങൽ ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ടോ ആണ് നമ്മൾ ഇവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുന്നത്. 71 കോടി രൂപ മുടക്കി നിർമ്മിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിൽ കടന്നലുകൾ കൂടുകൂട്ടി തുടങ്ങി. ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്ത് മാത്രം. അന്ന് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, ഭരണപക്ഷ അംഗങ്ങൾ എല്ലാം ഈ ഉദ്ഘാടനത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, പ്രതിഷേധിച്ചുകൊണ്ട് വിട്ടുനിന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആശുപത്രി സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാനായിരുന്നു വിതുര താലൂക്ക് ആശുപത്രിയിൽ കോടികൾ മുടക്കി പണിത ഈ മന്ദിരം. വർഷങ്ങൾക്കുപുറം ഈ കെട്ടിടത്തിന്റെ അവസ്ഥയൊന്ന് കാണണം. ജില്ലാ പഞ്ചായത്ത് കോടികൾ അനുവദിച്ചു. 2018 ഡിസംബർ 19 പുതിയ കെട്ടിടത്തിന്റെയും മറ്റ് വികസന പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഏകദേശം 4 പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് വിതുര താലൂക്ക് ആശുപത്രി. അതേപോലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പൊന്മുടിയും പേപ്പാറയും ഒക്കെയുള്ള ഈ സ്ഥലത്ത് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ വേണ്ടത്ര ചികിത്സ കൊടുക്കാനുള്ള സൗകര്യവും നിലവിൽ വിതുര താലൂക്ക് ആശുപത്രി ഇല്ല എന്നുള്ളതാണ്. ഫണ്ട് കൊണ്ടുവന്ന് കെട്ടിടം ചെയ്തതല്ലാതെ അതിനകത്ത് വേറെ ഒരു എക്യുപ്മെൻസും നടത്തിയിട്ടില്ല. ഇതിനകത്ത് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യണം, അനുബന്ധ സ്റ്റാഫുകളെ വേണം. ഇതൊന്നും ചെയ്യാതെ ഒരു കെട്ടിടം അങ്ങനെ കെട്ടിയാൽ കളഞ്ഞു. നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയിൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വെള്ളം കയറുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പകർച്ചവ്യാധി പ്രതിരോധം ആരോഗ്യ വകുപ്പ് നടത്തുകയാണ്. ദിനംപ്രതി 1000-ലേറെ രോഗികൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ചില ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള സൗകര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാത്തതാണ് ഗുരുതര പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് ആരോഗ്യമന്ത്രി ഇടപെടേണ്ടത്. രതീഷ് വെൺപകലിനൊപ്പം കെ. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.